ദ ജേർണലിസ്റ്റിലേക്ക്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾക്കും അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. അധികാരം നഷ്ടപ്പെട്ട ഇടതുപക്ഷം കൂടുതൽ അപകടകാരികളാൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇടത് പ്രൊഫൈലുകൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാദം. അതായത് ഭരണപക്ഷത്തിരിക്കുന്ന CPM-നേക്കാൾ എതിരാളികൾ ഭയക്കേണ്ടത് പ്രതിപക്ഷത്തിരിക്കുന്ന CPM-നെയാണ് എന്ന്. അതിലൊരു വലിയ ശരിയുണ്ട്. കാരണം CPM-ഉം ഇടതുപക്ഷവും എക്കാലത്തും തിളങ്ങി നിന്നത് അല്ലെങ്കിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നത് അവർ പ്രതിപക്ഷത്തുള്ളപ്പോഴാണ്. സോളാർ സമരം എന്ന പേരിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരെ കൊണ്ടുവന്ന് കാണിച്ചതൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാകില്ല. അങ്ങനെ എന്ത് വിഷയമായാലും അതിൻ്റെ മെറിറ്റ് നോക്കാതെ ഭരണകൂടത്തെ കടന്നാക്രമിക്കാൻ കിട്ടുന്ന ഒരവസരവും പ്രതിപക്ഷത്തിരിക്കുന്ന CPM പാഴാക്കാറില്ല. എന്തായാലും ഭരണം മാറിയതിന് തൊട്ടു പിന്നാലെ ചില സൂചനകൾ നൽകിക്കൊണ്ട് ചില വീഡിയോകൾ പങ്കുവെച്ചുകൊണ്ട് പോരാളി ഷാജി രംഗത്ത് വന്നിട്ടുണ്ട്. CPM പ്രവർത്തകരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ പട്ടിയെപ്പോലെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ പാലക്കാട് നിന്ന് ഇന്നലെ പുറത്തു വന്നിരുന്നു. പോലീസുകാർ പാർട്ടി ഓഫീസിനുള്ളിൽ കയറി CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഓഫീസിലേക്ക് ഓടിക്കയറിയ പാർട്ടി പ്രവർത്തകരെ പിന്തുടർന്ന് അടിച്ചു വീഴ്ത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആ ദൃശ്യങ്ങൾ നോക്കുക. പോലീസുകാർ ഇത്രയും കാലം CPM നേതാക്കളോട് കാണിച്ചിരുന്ന ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും ഇനി ഉണ്ടാകില്ല എന്ന് വ്യക്തമാകുന്ന വിധത്തിലാണ് പോലീസ് അവിടെ കയറി മേയുന്നത്. അപ്പം അതിലൊരു ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട്, അതായത് NN കൃഷ്ണദാസ് എന്ന പാലക്കാട് ജില്ലാ സെക്രട്ടറി, CPM-ന്റെ ജില്ലാ സെക്രട്ടറി NN കൃഷ്ണദാസ് പോലീസുകാർക്ക് മുന്നിൽ ഇങ്ങനെ കൈ കാണിച്ച് നിൽക്കുന്ന ഒരു ദൃശ്യം പങ്കുവെച്ചുകൊണ്ട് പോരാളി ഷാജി കുറിക്കുന്നത് നോക്കുക. ആ വെള്ളക്കുപ്പായക്കാരൻ്റെ പേര് NN കൃഷ്ണദാസ് എന്നാണ്. ആദ്യ ദിവസം തന്നെ പാർട്ടി ഓഫീസിൽ കയറാൻ ശ്രമിച്ച പോലീസിന് മുന്നിൽ ഒറ്റയാൾ ചുമര് പോലെ നിന്ന ആ മനുഷ്യനെ പോലെ ആയിരങ്ങൾ ഇനി തെരുവിലിറങ്ങും. ഇന്ന് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമായ അദ്ദേഹം തൻ്റെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്ന സഖാക്കളെ കണ്ടോ? ഇതൊരു തുടക്കം മാത്രം എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. എന്താണ് ഈ അക്രമത്തിന് അല്ലെങ്കിൽ പോലീസിൻ്റെ ഈ ചാർജിന് കാരണമായ സംഭവം? ഇന്നലെ രമേഷ് പിഷാരടിയുടെ ആഹ്ലാദ പ്രകടനം CPM പാർട്ടി ഓഫീസിന് മുന്നിലൂടെ പോവുകയായിരുന്നു. ഈ ഘട്ടത്തിൽ CPM പാർട്ടി ഓഫീസിനുള്ളിൽ ചിലർ ഈ പ്രചാരണ വാഹനത്തിന് നേരെ കല്ലോ കുപ്പിയോ കുറച്ച് സാധനങ്ങൾ വെച്ച് എറിഞ്ഞു. അവരുടെ പ്രതിഷേധം, അവരുടെ അമർഷം രേഖപ്പെടുത്തി. തൊട്ടു പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും പ്രകോപിതരായി പാർട്ടി ഓഫീസിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയും സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാവുകയും കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് പോലീസ് അതിശക്തമായ ഇടപെടൽ പാർട്ടി ഓഫീസിനുള്ളിൽ കയറി നടത്തിയത്. CPM-കാർ പോലീസുകാരുടെ അടി പേടിച്ച് നേരെ CPM-ന്റെ ഓഫീസിനുള്ളിലേക്ക് മുകൾ നിലയിലേക്ക് ഓടിക്കയറുന്നു. പോലീസ് പിന്തുടർന്ന് തലങ്ങും വിലങ്ങും വരെ അടിക്കുന്നു. നല്ല രീതിയിൽ പരിക്കേറ്റു പാർട്ടി പ്രവർത്തകർക്ക് എന്ന് തെളിയിക്കുന്ന ചില ഫോട്ടോകൾ ഇതോടകം പുറത്തു വന്നിട്ടുണ്ട്. പുറത്ത് മുഴുവൻ ലാത്തി ചാർജിൻ്റെ പാടുമായിട്ട് ഒരു CPM പ്രവർത്തകൻ ആശുപത്രിയിൽ ഇരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ CPM പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങളെ അടിച്ചമർത്താനാണ് നിങ്ങളുടെ നീക്കമെങ്കിൽ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും അല്ലെങ്കിൽ തിരിച്ചടിയായിരിക്കും ഞങ്ങൾ നൽകുക എന്നാണ് CPM പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു രക്ഷാപ്രവർത്തനമായി കണ്ടാൽ പോരെ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും തിരിച്ചു ചോദിക്കുന്നത്. കാരണം എല്ലാ കാലത്തും ഭരണകൂടത്തിൻ്റെ മർദ്ദനോപാധികളാണ് പോലീസ് എന്ന നിലയിൽ തന്നെയാണ് ഭരണകൂടങ്ങൾ പോലീസിനെ കൈകാര്യം ചെയ്യാറ്. പക്ഷേ പിണറായി ഭരണത്തിന് കീഴിൽ പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ നരനായാട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എത്രയെത്ര വിഷയങ്ങൾ. ഇപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു സംഗതി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങി തലങ്ങും വിലങ്ങും അടിക്കുന്ന, ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ. എന്നിട്ട് അന്ന് സൈബർ സഖാക്കളും CPM-കാരും പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനം മാത്രമായിരുന്നു, അവർക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി പോലീസ് ഇടപെട്ടതാണ് എന്നാണ്. അതുപോലെ തന്നെ ചോദ്യം ചോദിക്കുന്നവരെ, പ്രതിഷേധിക്കുന്നവരെ, വഴിയിൽ സംഘടിച്ച് നിൽക്കുന്നവരെ ഒക്കെ പോലീസ് അതിരൂക്ഷമായി കടന്നാക്രമിക്കുന്ന പല ദൃശ്യങ്ങളും നമ്മൾ പിണറായി സർക്കാരിൻ്റെ കാലത്ത് കണ്ടതാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ശക്തമായ തിരിച്ചടി തങ്ങൾ കൊടുക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് UDF അധികാരം ലഭിച്ചതിന് പിന്നാലെ വ്യക്തമായി പറയുന്നത്. ഒരു പോസ്റ്റ് നോക്കുക. VT സായൂജ് എഴുതിയിരിക്കുന്നു, നന്നായി വരട്ടെ, രക്ഷാപ്രവർത്തനം തുടരുമെന്ന്. അതായത് അന്ന് രക്ഷാപ്രവർത്തനം എന്ന പേരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെ വളഞ്ഞിട്ടാക്രമിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനായ പോലീസുകാരൻ്റെ ചിത്രം വെച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന സൂചന നൽകുന്ന വിധത്തിലുള്ള ഒരു പോസ്റ്റാണിത്. ഇനി മറ്റൊരു പോസ്റ്റ് നോക്കുക. അഭിലാഷ് മോഹൻ എഴുതിയിരിക്കുന്നു, ദൃശ്യങ്ങൾ സഹിതമാണ് പോസ്റ്റ്.
മുഖ്യമന്ത്രിയുടെ ബസ് യാത്രക്കിടെ പ്രതിഷേധിച്ച 2 വ്യക്തികളെ പോലീസ് പിടിച്ചു വെക്കുന്നു. മുഖ്യമന്ത്രിയുടെ ബസ് കടന്നു പോകുന്നു. പിറകെ വന്ന വാഹനത്തിൽ നിന്ന് യാതൊരു പ്രകോപനവുമില്ലാതെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇറങ്ങി വന്ന് പോലീസ് പിടിച്ചു വെച്ചേക്കുന്നവരെ മർദ്ദിക്കുന്നു. കഴിഞ്ഞ കുറേ നാളായി UDF സൈബർ അണികൾ ഇവർക്കെതിരെ പ്രതികാര നടപടി വേണമെന്ന് സോഷ്യൽ മീഡിയയിൽ നിരന്തരം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് മർദ്ദനമേറ്റ KSU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AD തോമസ് ഇന്ന് ആലപ്പുഴ നിയുക്ത MLA ആണ്. കോൺഗ്രസ് 100 സീറ്റിന് മുകളിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് അധികാരത്തിൽ വന്നിരിക്കുന്നു. പണി വരുന്നുണ്ട് അവറാച്ച എന്നല്ല, പണി വരും അവറാച്ച എന്നാണ് പറയാനുള്ളത് എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. ആ ദൃശ്യങ്ങൾ സഹിതം ഇട്ട ആ പോസ്റ്റ് ഇപ്പോൾ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. ഇതോടൊപ്പമാണ് VD സതീശൻ അധികാരം ലഭിച്ചതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി വലിയ തോതിൽ ചർച്ചയാകുന്നത്. ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയവരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മർദ്ദിച്ചവരെ വെറുതെ വിടുകയില്ല എന്ന് VD സതീശൻ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. അതൊന്ന് കേൾക്കാം. പണ്ടൊക്കെ ഞങ്ങളുടെ അധികാരം ഭരണത്തിലേക്ക് വരുമ്പോൾ പലതും മറന്നു പോകായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾക്കും അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നടത്തിയ പോരാട്ടം, നവകേരള യാത്രക്കിടയിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരക്രമമൊന്നും കാണിച്ചില്ല. അവർ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അവർ ഏറ്റുവാങ്ങിയ അതിക്രമങ്ങൾ, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പരിഹസിച്ചത് ഞങ്ങൾ മറക്കില്ല, മറക്കാൻ പറ്റില്ലല്ലോ. അതായത് ആ കുഞ്ഞുങ്ങളെ മറന്നു പോകുന്നതാണ് അതിന്റെ അർത്ഥം. അത് ഞങ്ങൾ മറക്കില്ല. വളരെ കൃത്യമായ നിലപാടാണ് VD സതീശൻ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും ഒക്കെ ഒന്നടങ്കം പറയുന്നത്. കാരണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തെരുവിലിട്ട് അതിമൃഗീയമായ രീതിയിൽ പോലീസ് തല്ലിച്ചതയ്ക്കുന്നത് പലയിടങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാർ ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചാൽ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാൻ വന്നതാണെന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി കരുതൽ തടങ്കലിൽ ഇടുന്നൊരു പോലീസുകാരുണ്ടായിരുന്നു. കറുത്ത ഷർട്ടിട്ട് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ വഴിയെ പോയാൽ അത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടാൻ വന്നതാണെന്ന് പറഞ്ഞ് പിടിച്ചകത്തിടുന്ന പോലീസുകാർ നമുക്കിടയിലുണ്ടായിരുന്നു. അപ്പോൾ പോലീസിനെ ഭരണകൂടത്തിൻ്റെ മർദ്ദന ഉപകരണം എന്ന നിലയിൽ ഏറ്റവും അധികം ഉപയോഗിച്ചത് പിണറായി സർക്കാർ തന്നെയായിരുന്നു. അങ്ങനെ പിണറായി സർക്കാരിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് കോൺഗ്രസ്സുകാരെ പട്ടികളെ പോലെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടി ഇവിടെ കുറെ പോലീസുകാർ കളത്തിൽ ഇറങ്ങിയിട്ടുമുണ്ടായിരുന്നു. അവരുടെ ഉള്ളിലെ പാർട്ടി അടിമത്വം കോൺഗ്രസിനെതിരെ ഉപയോഗിച്ച പോലീസുകാരായിരുന്നു അവർക്കൊക്കെ കൃത്യമായ പണി കൊടുക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ VD സതീശനും കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത്. കോൺഗ്രസിന്റെ പൊതുവികാരമായി തന്നെ അത് മാറിയിരിക്കുന്നു. അതേസമയം പോലീസുകാരിൽ വലിയൊരു വിഭാഗം CPMകാരുടെ ഭരണത്തിൽ അവർ തങ്ങളെ കൊണ്ട് പലതും വേണ്ടാത്തത് ചെയ്യിക്കുന്നതിൽ വലിയ അമർഷമുള്ളവരായിരുന്നു. അതുപോലെ തന്നെ CPMകാർ പോലീസുകാരെ ഒരു വിലയും നൽകാത്ത വിധത്തിൽ കടന്നാക്രമിക്കുന്ന പല സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനുള്ളിൽ CPMകാർ നടത്തുന്ന പ്രകോപനങ്ങളെ എങ്ങനെ അതിജീവിക്കും എന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകളും ഈ സമീപകാലത്ത് നടന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹചര്യമൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ CPMകാരെ കൈകാര്യം ചെയ്യാനായിട്ട് പോലീസ് തയ്യാറായത്. ഭരണം മാറി എന്നതിന് കൃത്യമായ തെളിവായി ഇത് വിലയിരുത്തപ്പെടുകയും ചെയ്യുകയാണ്. അല്ലെങ്കിൽ പോലീസ് അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന നിലയിലാണ് പാലക്കാട്ടെ സംഭവം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. എന്തായാലും പോലീസിൽ CPMന് വേണ്ടി അടിമവേല ചെയ്തവർക്ക് കൃത്യമായ പണി കൊടുക്കുമെന്ന് കോൺഗ്രസും, ഒപ്പം CPMകാരെ ഇനിയും അക്രമം കാണിച്ചാൽ സഹിക്കേണ്ടതില്ല എന്ന നിലയിലേക്ക് പോലീസും പൊടുന്നനെ മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.